ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഗീത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ 4ാം ഭാഗമാണ് എടുക്കുന്നത്, പാർട്ട് 4. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം, 2-3 പ്രധാന കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതായത് യജ്ഞത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അർജുൻ്റെ ഉള്ളിൽ ഒരു സംശയം വന്നു. ഞാൻ യജ്ഞത്തിന് വേണ്ടിയിട്ട് എന്തിന് കർമ്മം ചെയ്യണം? എന്തുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി, അതായത് യജ്ഞമായിട്ട് എന്തിനു വേണ്ടി കർമ്മം ചെയ്യണം? എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ കർമ്മം ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പം ഇതിനായി മറുപടിയായി ഭഗവാൻ പറയുന്നത്, വിവിധ പ്രകാരത്തിലുള്ള ജീവികളുടെ ഭൗതികമായ ആഗ്രഹങ്ങൾ നടത്തിത്തരുന്നത് വിവിധ ദേവീ ദേവതമാരാണ്. നമ്മളുടെ ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരുന്നവരാണ് വിവിധ ദേവീ ദേവതമാരാണ്. അതിന് പ്രത്യുപകാരമായിട്ട് ദേവീദേവതമാരെ യജ്ഞങ്ങളിലൂടെ തൃപ്തിപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൃതജ്ഞത രേഖപ്പെടുത്തണം. ഒപ്പം ഭഗവാൻ പറയുന്നത്, യജ്ഞങ്ങൾ ചെയ്യാതെ പ്രകൃതി തരുന്ന വിഭവങ്ങൾ നമ്മൾ ഭുജിക്കുകയാണെങ്കിൽ, അതായത് പ്രകൃതി നമുക്ക് എന്തെല്ലാം തരുന്നു അത് നമ്മൾ പ്രത്യുപകരമായിട്ട് ഒന്നും ചെയ്യാതെ ഭുജിച്ചു കഴിഞ്ഞാൽ അത് മോഷണ തുല്യമാണ്. മോഷ്ടാവിന് എന്താണ് കർമ്മഫലം കിട്ടുന്ന ആ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് കിട്ടും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പം എന്നാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഫലാസക്തിയില്ലാതെ അതൊരു യജ്ഞമായിട്ട് കരുതിക്കൊണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതായത് നമ്മളെന്തൊരു കർത്തവ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം പ്രതീക്ഷിക്കാതെ അത് യജ്ഞമായി കരുതിയിട്ട് ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ആ കർമ്മം ചെയ്യുമ്പോൾ, അതായത് അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അതിന് കർമ്മഫലം ഉണ്ടാവുകയില്ല മാത്രമല്ല എല്ലാ ദേവീദേവതമാരും സന്തുഷ്ടരാകുന്നു. അതായത് നമ്മൾ മഴയ്ക്കൊരു കഴിഞ്ഞ ക്ലാസ്സിൽ കാണാം, മഴയ്ക്കൊരു അധിഷ്ഠാന ദേവതയുണ്ട് അല്ലേ? വെള്ളത്തിന് പ്രത്യേകം വരുണനുണ്ട്, അങ്ങനെ പ്രകാശത്തിന് സൂര്യചന്ദ്രന്മാരുണ്ട്. ഓരോരുത്തർക്കും വേണ്ടി പ്രത്യുപകാരമായിട്ട് നമുക്ക് പ്രത്യേകം കർമ്മങ്ങളോ യജ്ഞങ്ങളോ ചെയ്യാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. പക്ഷെ ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി നമ്മൾ കർത്തവ്യം ചെയ്യുമ്പോൾ, ഭഗവാനുമായിട്ട് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ദേവീദേവതമാരെല്ലാം സന്തുഷ്ടരാകും. ഭഗവാൻ സന്തുഷ്ടമാകുമ്പം ഈ മൊത്തം പ്രപഞ്ചം സന്തുഷ്ടമാകും. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ യാതൊന്നും വേറെ ചെയ്യേണ്ട കാര്യമാണ്. 2 ഉദാഹരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഒന്ന്, മരത്തിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുമ്പോൾ എപ്രകാരം അതിന്റെ ശാഖകൾക്കും ഇലകൾക്കും പൂക്കൾക്കും എല്ലാം അതിന്റെ പ്രയോജനം കിട്ടുന്നു, എപ്രകാരം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം അന്നനാളത്തിലൂടെ നമ്മുടെ വയറ്റിൽ ചെന്നു കഴിയുമ്പോൾ ബാക്കി നമ്മുടെ ഉള്ള അവയവങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് കൃഷ്ണന് വേണ്ടി ചെയ്താലും അത് എല്ലാ ദേവീദേവതമാർക്കും ചെയ്യുന്നതിന് തുല്യമാകും. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കണം. കാരണം നോക്ക്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ദേവീദേവതയുടെ അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ദേവീദേവതമായിട്ട് നമ്മൾ കണക്ട് ആകത്തുള്ളൂ.
വേറെ ആരുമായിട്ട് കണക്റ്റ് ആയില്ല. അതേസമയം നമ്മൾ ഭഗവാൻ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിപാട് കഴിക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പം അത് എല്ലാ ദേവീദേവതന്മാർക്കും അതുകൊണ്ട് തൃപ്തി വരും. അതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചക്രം, അതായത് പ്രകൃതി എപ്രകാരമാണ് ജീവജാലങ്ങളെ സഹായിക്കുന്നതെന്ന് ഭഗവാൻ 3-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. നമുക്ക് ആ ശ്ലോകം നോക്കാം. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവഃ യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. അതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം, എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ഇവിടെ മനുഷ്യരെ മാത്രമല്ല ഭഗവാൻ പറയുന്നത്, എല്ലാ ജീവജാലങ്ങളെയും, സർവ്വജീവല്ല, അത് ശാലബിന്ദുക്കൾ എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? അന്നം കൊണ്ട് ജീവിക്കുന്നു. അപ്പം അന്നം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്, അന്നം നമുക്ക് വേണമെങ്കിൽ മഴ വേണം. അപ്പം ഭഗവാൻ പറയുന്നത് അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴയോ, മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. അപ്പോൾ ഇവിടെ തുടങ്ങുന്ന നമ്മൾ പ്രത്യേകിച്ച് ഓംശാഖ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സമൂഹം വിധിപ്രകാരമുള്ള കർമ്മം ചെയ്യുമ്പോൾ അത് യജ്ഞമായി കരുതിക്കൊണ്ട് മഴ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. നോക്കാം, ഈ ഭൂമിദേവി, അതായത് പൃഥ്വിമഹാരാജൻ്റെ സമയത്ത് ഭൂമിയിൽ നിന്നും ശരിക്കും ധാന്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പൃഥ്വിമഹാരാജ് ഭൂമിയെ ശിക്ഷിക്കാനായിട്ട് അമ്പുമ്പിലെടുത്ത് ഭൂമി ദേവി പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്? സകല പാപികളും ഈ ഭൂമിയിൽ ഇപ്പം ജനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അന്നം തരാൻ കഴിയുന്നില്ല. അങ്ങനെ ഭൂമിദേവി പിന്നെ പൃഥ്വിമഹാരാജാവ്, ഭഗവാന്റെ അംശാവതാരമാണ് പൃഥ്വിമഹാരാജ്. പൃഥ്വിമഹാരാജ് രാജ്യപ്രകാരം ഭൂമി സർവ്വതും കൊടുക്കുന്നുണ്ട്. രണ്ടാമത് ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഹസ്തിനാപുരത്തും ദ്വാരകയിലോട്ട് പോകാൻ നേരത്ത് കുന്തി മഹാറാണിയുടെ സ്തുതിയിൽ കുന്തി മഹാറാണി പറയുന്നുണ്ട്, ഈ ഭൗതിക ലോകത്തിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ഭൂമി ഇപ്പം തരുന്നു, കാരണം അങ്ങ് ഈ ഭൂമിയിലുള്ളത് കൊണ്ട് ആവശ്യത്തിന് മഴ കിട്ടുന്നുണ്ട്, ആവശ്യത്തിന് വെള്ളമുണ്ട്, ധാന്യപ്പുരകളെല്ലാം നിറഞ്ഞു കവിയുന്നു, പിന്നെ ഈ ഫലങ്ങളൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് കിട്ടുന്നു, ധാന്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നു. കാരണം ഭൂമിദേവി എന്തുകൊണ്ട്? ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പാപകർമ്മങ്ങളൊന്നും നടക്കുന്നില്ല. ഭഗവാൻ ഉള്ളതുകൊണ്ട് എല്ലാം ശുഭകാര്യങ്ങൾ നടക്കുന്നത്. ധർമാനുഷ്ഠിത ജീവിതമാണ് മനുഷ്യർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാം ലഭിക്കുന്നു. ഭാഗവത്തിൽ പറഞ്ഞിട്ട് കലികാലത്ത് മഴയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നിൽ അതിവൃഷ്ടി, മഴ ആവശ്യത്തിൽ കൂടി കിട്ടും, നമ്മുടെ കൃഷിയിൽ നശിക്കും. അല്ലെങ്കിൽ അല്പവൃഷ്ടി, കൃഷി ഉണ്ടാകില്ല, നശിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്കനുസരിച്ചാണ് ഈ പ്രകൃതി നമ്മളെ തിരിച്ചിങ്ങോട്ട് തരുന്നത്. നമ്മളുടെ പാപങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പ്രകൃതി അല്ലെങ്കിൽ ഭൂമി നമ്മൾക്ക് വേണ്ട ധാന്യങ്ങൾ അല്ലെങ്കിൽ വേണ്ട ഫലമുലാദികൾ തരാതിരിക്കും. അതാണ് ഈ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഏറ്റവും എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള കാരണമെന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചോ നമുക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ്, വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ പ്രകൃതിയെ എത്രമാത്രം ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ ഈ ഭൂമി എത്രമാത്രം നശിപ്പിക്കുന്നു നമ്മൾ അറിയുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് കൃഷി ചെയ്തിരുന്നപ്പം നമ്മൾ വളത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ചാണകം, ചാരം, ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഗോമൂത്രം, ഇതൊക്കെയായിരുന്നു. ഇന്നും ഈ കെമിക്കൽ ഭൂമിയിലോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഉടനെ ഭൂമി അതിനെ റിയാക്ട് ചെയ്യും. ഭൂമി നമ്മളൊരു വ്യക്തിയായിട്ട് കാണണം. ഭൂമി ദേവി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള പ്രകൃതി, നമുക്ക് ആവശ്യമുള്ള വെള്ളം തരണമെങ്കിൽ നമ്മൾ ആ ധാർമ്മിക ജീവിതം നയിക്കണം. അല്ലാതെ 50 അടി 500 അടി കുഴിച്ച് ഡ്രില്ല് ചെയ്തിട്ട് വെള്ളം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാപകർമ്മമായിട്ടാണ് പറയുന്നത്. ഇതിനൊക്കെ പ്രകൃതി റിയാക്ട് ചെയ്യും. പ്രകൃതി റിയാക്ട് ചെയ്യുമ്പോൾ ചോദിക്കും, ഹേ ദൈവം എവിടെ, പ്രകൃതി എവിടെ? വയനാട്ടിൽ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോഴേ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ദൈവമില്ല, ദൈവം അതാണ്. പക്ഷെ ഈ പ്രകൃതിയോട് ക്രൂരത നമ്മൾ കാണിക്കുമ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ധർമ്മിഷ്ഠ ജീവിതം എങ്ങനെ നയിക്കണം, നയിച്ചില്ലെങ്കിലുള്ള ദോഷമെന്ത്, ഇതൊക്കെ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പം ഈ അറിവിൻ്റെ അഭാവത്തിൽ, ഏതറിവിൻ്റെ, അതായത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഈ സത്യം നമ്മൾ അറിയാതെ ഈ അറിവിൻ്റെ അഭാവത്തിൽ നമ്മൾ എല്ലാം, അതായത് നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ജീവിക്കും, നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ നമ്മൾ ചെയ്യും. ആര് ചോദിക്കാനുള്ള ഇതുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ളതുപോലെ അല്ല, നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ആണ് ശരിയെന്ന് നമ്മൾ തെറ്റായി ധരിച്ചുകൊണ്ടിരിക്കുന്നു.
ഇപ്രകാരം ഓരോ വ്യക്തിയും ദുർലഭമായി ജനിക്കുന്ന ഈ മനുഷ്യനും പാഴാക്കി കളയാണ്. ഇത് നമ്മളുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് ഞാൻ ചെയ്യുന്നു അതാണ് ശരി, മനസ്സതിനെ ന്യായം കണ്ടെത്തിക്കും. ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി. ഞാൻ പലപ്പോഴും പലരോടും സംസാരിക്കുമ്പം ഇങ്ങനെ കേൾക്കാറുള്ളതാണ്, പിന്നെ എന്തുകൊണ്ട് മാംസാഹാരം കഴിച്ചുകൂടാ, പച്ചക്കറികൾക്ക് ജീവനില്ലേ, നിങ്ങൾ പച്ചക്കറി കഴിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ മാംസം കഴിക്കുന്നു. ചില പറയും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് തിന്നാനും എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ മനസ്സ് ന്യായങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് മനസ്സ് കണ്ടുപിടിക്കും. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതം നമ്മൾ പാഴാക്കുകയാണ് ഇങ്ങനെ ദുഷ്കർമ്മങ്ങളിലൂടെ. അപ്പം ഇതിൻ്റെ പ്രധാന കാരണം, അതായത് ഈ യജ്ഞങ്ങളുടെയും യജ്ഞവിമുക്തരായ ജനങ്ങളെക്കുറിച്ചും ഭഗവാൻ 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 15-ാമത്തെ കുറച്ചുകൂടെ ഭഗവാൻ ക്ലാരിറ്റി തരുന്നുണ്ട്. നമ്മൾ 15-ാമത്തെ ശ്ലോകത്തിൽ കർമ്മബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ഈ ഭൗതിക പ്രതി നമ്മൾ എങ്ങനെ ജീവിക്കണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പരമദിവ്യോത്ത പുരുഷനിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ചാണ് വേദങ്ങൾ. വേദങ്ങൾ ഭഗവാനിൽ നിന്ന് വന്നതാണ്. വേദവ്യാസൻ വേദം രചിച്ചിട്ടില്ല, വേദത്തിൽ 4 ഭാഗമാക്കുകയാണ് ചെയ്തത്. പരമദിവ്യനിൽ നിന്ന് നേരിട്ട് വന്ന് ഉദിച്ചതാണ് വേദങ്ങൾ. അതിനാൽ സർവ്വവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നൊന്നും കുടികൊള്ളുന്നത്. അതായത് യജ്ഞകർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടതിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് വേദങ്ങളിലാണ്. അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ജീവിതം നയിക്കേണ്ടത്. അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ചോദ്യം അല്ലേ? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. അതിന് പകരമായിട്ട് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കണം, ഈ ചോദ്യം നിങ്ങൾ അവരോട് ചോദിക്കാവുന്നതാണ്. അതായത് IPC ഇന്ത്യൻ പീനൽ കോഡ് 358 എന്താണ്? ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഏതായിരിക്കും നിങ്ങളുടെ ഉത്തരം? അറിയില്ല. എനിക്കും അറിയില്ല എന്താണെന്ന്. IPC നമ്മൾ കണ്ടിട്ട് പോലുമില്ല. 302 അറിയാം. ഈ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും IPC 302 പറയായിരുന്നു ഈ കൊലപാതകത്തിൽ. അതുകൊണ്ട് 302 എന്നാണെന്നറിയാം. അപ്പം ബാക്കിയൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ 358 പ്രകാരം നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്താൽ കോടതി നമ്മളെ വെറുതെ വിടുക? അതാണ് എൻ്റെ ചോദ്യം. കോടതി നമുക്ക് പറയാം, ഇന്ത്യൻ പീനൽ കോഡ് എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല, സർക്കാർ കോടതി വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് ട്യൂഷൻ എടുത്തിട്ടില്ല, 358 എന്താണെന്ന് അറിയത്തില്ല. അത് ഞാനിപ്പോൾ അറിയാത്തൊരു തെറ്റ് ചെയ്തതിന് എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നത് വെച്ചാൽ കോടതി എന്ത് പറയും? ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് ആ രാജ്യത്തെ നിയമങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അത് പഠിപ്പിക്കാൻ ആരും വരില്ല. എപ്പോൾ വരെ നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് പോയാലും ശരി, വേറെ രാജ്യത്ത് നമ്മൾ പോയി അവിടെ പോയിട്ട് നമ്മളിപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വലത് വശത്തുകൂടിയാണ് വണ്ടി ഓടിക്കേണ്ടത്. അവരുടെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലുമാണ്. നമ്മൾ ഇടതുവശത്തോട് ഓടിക്കണം, നമ്മുടെ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലാണ്. നമ്മൾ അവിടെ പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചു. ട്രാഫിക് പോലീസ് നമ്മളെ പിടിച്ചു. എനിക്കറിയില്ല, എൻ്റെ രാജ്യത്തിൽ ഇടത് സൈഡിൽ കൂടിയാണ് ഓടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഓടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി പറയാൻ പറയും. അതിന് വേണ്ട ഫൈൻ നമ്മൾക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഓരോ രാജ്യത്തെ നിയമങ്ങൾ പഠിക്കേണ്ട ആ രാജ്യത്ത് വസിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വമാണ്. അതേപോലെ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് പഠിക്കേണ്ടതും കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അറിവില്ല എന്നുള്ളത് അതൊരു എക്സ്ക്യൂസ് അല്ല. അതിന് നമുക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ. കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അപ്പം ഈ ശ്ലോകം അനുസരിച്ച് ആവശ്യമായ അറിവുകൾ നമുക്ക് ലഭിക്കേണ്ട അറിവുകൾ വേദത്തിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് വേദത്തിൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കുക, ഗുരുവചനങ്ങൾ കേൾക്കുക, ഇതുപോലുള്ള ഭാഗവത്ഗീത ക്ലാസ്സുകൾ കേൾക്കുക, അറ്റൻഡ് ചെയ്യുക, വായിക്കുക. വേദം വായിക്കണമെന്നില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള, വേദത്തിൽ പറഞ്ഞിട്ടെല്ലാം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത പഠിച്ചാൽ മതി, ഇതിനകത്ത് എല്ലാ ഡൂസും ഡോട്ട്സും ഉണ്ട്. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കി ഭൗതിക ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളായി ഭഗവാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷ അല്ലെങ്കിൽ ഉപദേശം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകൃതി അഥവാ ഭഗവാൻ നമുക്ക് തരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൃതജ്ഞതരായിരിക്കണം. കൃതജ്ഞത നമ്മൾ രേഖപ്പെടുത്തണം. എങ്ങനെ രേഖപ്പെടുത്തണം? നമ്മളുടെ കർത്തവ്യം നമ്മൾ അത് യജ്ഞമായി കണ്ടുകൊണ്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഇനിയും പറഞ്ഞുതരാം.
അപ്പം ഏതൊരു വ്യക്തിയുടെ ഉള്ളിലാണോ കൃതജ്ഞത ഭാവം ഉള്ളത്, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷമുണ്ടറിഞ്ഞിരിക്കും. അതായത് നമ്മളിപ്പം കൃതജ്ഞ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരുമെന്ന് പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ നമ്മുടെ വീട്ടിലൊക്കെ ഡെലിവറി ബോയ്സ് ഒക്കെ വരത്തില്ലേ, ഇപ്പം എന്തെങ്കിലും ഓർഡർ കൊടുക്കുക എപ്പോഴും വരുമ്പോൾ എപ്പോൾ വന്നാലും ഞാൻ അവരോട് ചോദിക്കണം, മഴയായാലും വെയിലായാലും തണുപ്പായാലും ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, പനി ചെയ്യുക, അപ്പം കുടിക്കാൻ വെള്ളം വേണമെന്ന്. ഇത് കേൾക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, വെള്ളം വേണ്ടിയിട്ടല്ല, ആരെങ്കിലും അവർ ഈ കറങ്ങി കയറി ഈ 8-10 സ്റ്റെപ്പ് നിലയുള്ള ബിൽഡിങ്ങിലൊക്കെ ചിലപ്പോൾ ചിലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല, ഡെലിവറി ബോയ്സ് ഷുഡ് നോട്ട് യൂസ് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ കറണ്ട് കാണത്തില്ല, ചിലപ്പോൾ അവർ ട്രാഫിക്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ സഹിച്ച് പോകുമ്പം 5 മിനിറ്റൊക്കെ ലേറ്റ് കഴിഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യാറുണ്ട് അവരുടെ കാര്യം. അവർ പ്രതികരിക്കുന്നില്ല, നമുക്കറിയാം. അതുകൊണ്ടാണ് എന്നിട്ട് ഹോട്ടലിൽ പോയിട്ട് ഒന്ന് ഷൗട്ട് ചെയ്യാവോ, പിടിച്ചവർ വെളിയിൽ ഇറക്കി വിടും. നമ്മൾ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ച് 1/2 മണിക്കൂർ 1 മണിക്കൂർ നോക്കിയിരിക്കും. ഇവിടെ സെറ്റ് പോലുള്ളത് 10 മിനിറ്റിലാണ് നമുക്ക് അല്ല 6 മിനിറ്റിലൊക്കെയാണ് സാധനം കൊണ്ട് തരുന്നത്. ഒരു 5 മിനിറ്റ് താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഫോൺ ചെയ്യും, ഇതാകും, ബഹളം വെക്കും, ക്യൂ ലേറ്റൊക്കെ ഒക്കെ പറഞ്ഞിട്ട്. അവരുടെ ജീവിതം കൂടെ നോക്കുക. അപ്പം അവരെ കൊണ്ട് തരുന്ന ആ സാധനം നമ്മൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു താങ്ക് യു പറയുക അവരോട്, അല്ലെങ്കിൽ അവരോട് ചോദിക്കുക കുടിക്കാൻ വെള്ളം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം. അപ്പം നമ്മൾ എപ്പോഴും ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പം ഏതൊരു വ്യക്തികളോടും സന്തോഷം കൃതജ്ഞത രേഖപ്പെടുത്തി നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ അർജുനോട് ഈ കൺസെപ്റ്റ് ഒരു പുതിയ കാര്യം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതായത് തെറ്റേതാണ്, ശരി ഏതാണ്, ഏറ്റവും ശരി ഏതാണ്, തെറ്റേതാണ്, ശരിയാണ്, ഏറ്റവും ശരിയാണ്. അതായത് 3 തരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ കർമ്മം, അകർമ്മം, വികർമ്മം പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് കർമ്മം, കർമ്മകാണ്ഡം, കർമ്മയോഗം. സംഗതി ഒന്ന് തന്നെയാണ്, വിറച്ചിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ കർമ്മം, അകർമ്മം, വികർമ്മം നമ്മൾ ചർച്ച ചെയ്തു. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയത് കർമ്മം, അതായത് സ്വധർമ്മം. വികർമ്മം എന്ന് പറഞ്ഞാൽ നിയമത്തിനെതിരായിട്ടുള്ളത്. കർമ്മം നിയമം അനുസരിച്ചുള്ളത്, വികർമ്മം നിയമത്തിന് എതിരായിട്ടുള്ളത്. അതുപോലെ തന്നെ അകർമ്മം എന്ന് പറഞ്ഞാൽ ഭക്തിമയ ജീവിതം. ഇതിനെ തന്നെ നമ്മൾ വേറൊരു ആംഗിളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർമ്മം, കർമ്മകാണ്ഡം, കർമ്മയോഗം. ഇത് 3 എന്താണെന്നും 3 വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറഞ്ഞുതരാം. ഒരു കുട്ടിക്ക്, ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചോക്ലേറ്റ് തിന്നാൻ ആഗ്രഹം. അവന് ചോക്ലേറ്റ് വേണം, പക്ഷെ കൈ പൈസയില്ല, പക്ഷെ ആഗ്രഹമാണ്. അവൻ നേരെ കടയിൽ പോകുന്നു. കടക്കാരൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കാരൻ്റെ ശ്രദ്ധ പോകുമ്പോൾ ബോക്സിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞു. കടക്കാരൻ കണ്ടില്ല. അവൻ കൊണ്ടുപോയിട്ട് ഒരു ഐസൊലേറ്റഡ് ഏരിയയിൽ പോയിരുന്നിട്ട് ആ ചോക്ലേറ്റ് കഴിക്കുന്നു. ഇവിടെ അവൻ അവൻ്റെ ആഗ്രഹ പൂർത്തീകരണം ചെയ്തു. അവൻ എന്ത് വേണമായിരുന്നു? ചോക്ലേറ്റ് വേണമായിരുന്നു. ആ ചോക്ലേറ്റ് അവൻ കഴിച്ചു. ഇവിടെ ആഗ്രഹ പൂർത്തീകരണം. ഇത് വികർമ്മമാണ്. ഇത് വികർമ്മമാണ്. അപ്പം ഈ അതായത് ഇതിനൊരു ഫലമുണ്ട്. ഈ ഫലം ഇവൻ അനുഭവിക്കണം. ഇതിന് നമുക്ക് വികർമ്മം എന്ന് പറയാം. അപ്പം വികർമ്മം, കർമ്മകാണ്ഡം, കർമ്മയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇവിടെ ചെയ്ത പ്രവൃത്തി അവൻ്റെ ആഗ്രഹം ആയിരുന്നു അവൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടി സ്വീകരിച്ച മാർഗം അത് തെറ്റായിരുന്നു. അതിനൊരു ഫലമുണ്ട്. ഇന്ന് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 99.9% ആൾക്കാരും തങ്ങളുടെ ആഗ്രഹത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് വലുത്, മാർഗമല്ല. നമുക്ക് എന്താണ് വേണ്ടത് അത് എങ്ങനെ നേടിയെടുക്കും. നിങ്ങളൊരു നോക്കുക. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ല. ഒരു ഓഫീസിലും എല്ലായിടത്തും കൈക്കൂലി വേണം. എന്തിനായി കൈക്കൂലി കൊടുക്കുന്നത്? അവർ ശമ്പളമില്ലേ? ശമ്പളം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ വലുതാണ്. ആ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി എവിടുന്നെങ്കിലും പൈസ വേണം. ഈ പാപകർമ്മങ്ങളെല്ലാം കൂടെ പേറിക്കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പോകുന്നതും വീണ്ടും ജനിക്കുന്നതും. ഫലം എന്താണ്? ഇന്ന് മനുഷ്യരനുഭവിക്കുന്ന മുഴുവൻ ദുഃഖത്തിൻ്റെയും കാരണം ഇതാണ്. ഈ സൈക്കിളിങ് നടക്കുകയാണ്. മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു. ഇവരെല്ലാം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന ആൾക്കാർക്കെല്ലാം ദുഃഖമായിട്ട് ദുഃഖത്തിൻ്റെ സഞ്ചിയും പേറിക്കൊണ്ടാണ് വരുന്നത്. കാരണം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എൻ്റെ ആഗ്രഹം എങ്ങനെയും നടക്കണം. ഈ കുട്ടി കാണിച്ചത് അത് തന്നെയാണ്. കുട്ടിക്ക് ചോക്ലേറ്റ് വേണമെന്ന് ആഗ്രഹം, കടയിൽ പോയി മോഷ്ടിച്ചു ചോക്ലേറ്റ് കഴിച്ചു. ആഗ്രഹ പൂർത്തീകരണം മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ മാർഗം എന്താണ്, ശരിയാണോ തെറ്റാണോ ആരും നോക്കുന്നില്ല ഇന്ന് ജീവിതത്തിൽ. ഇന്ന് ഞാൻ ഒരു സോഷ്യൽ മീഡിയ കണ്ട ഒരു വാർത്തയാണ് ഞെട്ടിച്ചു കളഞ്ഞു. അതായത് അച്ഛൻ മരിച്ചു, ശവട കിടക്കുന്നു, മക്കൾ തമ്മിൽ അടി സ്വത്തിന് വേണ്ടിയിട്ട്.
അത്രമാത്രം നമ്മൾ തീവ്രമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ, അതായത് എന്ത് കിട്ടിയാലും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്നുള്ള ആഗ്രഹങ്ങൾ. മക്കളെ അച്ഛൻ കൊല്ലുന്ന അച്ഛനെ, മക്കളെ കൊല്ലുന്ന അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുക്കുന്നു, അപ്പായിമ്മ കൊടുക്കുന്നു. ഭർത്താവ് അല്ലാതെ വേറൊരു കാമുകനുമായിട്ടുള്ള ബന്ധം കണ്ടതിന് സ്വന്തം മക്കളെ വിഷം കൊടുത്തു കൊള്ളുന്നു അമ്മ. അപ്പൊ ഈ കർമ്മഫലങ്ങളെല്ലാം കയറിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്ത് ദുഃഖങ്ങൾ കൂടി വരികയാണ്. ഞാൻ ഇന്ന് ഈ നോട്ട്സ് എഴുതിക്കൊണ്ടപ്പോൾ ചിന്തിച്ചൊരു കാര്യമാണ്. 50 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ ഞാൻ അപ്പൂപ്പൻ്റെ കൂടെയായിരുന്നു താമസിച്ചത്, അമ്മയുടെ അച്ഛൻ്റെ കൂടെയായിരുന്നു, അപ്പൂപ്പൻ്റെ കൂടെയായിരുന്നു താമസിക്കുന്നത്. കാർത്തിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആലപ്പുഴ ജില്ലയിൽ. കാർത്തിപ്പള്ളിയായിരുന്നു. കാർത്തിപ്പള്ളി ഗവൺമെൻറ് UPSC പഠിച്ചത്. 2-3 ദിവസം മുമ്പ് അവിടെ ഏതാണ്ട് ബിൽഡിംഗ് ഇടിഞ്ഞു വീണെന്നും പറഞ്ഞ് ഞാൻ വാർത്ത കണ്ടിരുന്നു. അപ്പം അന്ന് എൻ്റെ വീട്ടിൽ 5-6 അംഗങ്ങളുള്ളതിൽ, കുഞ്ഞമ്മമാരും ഒക്കെ ഉള്ളതിൽ ഒരു കണ്ണാടിയുള്ളായിരുന്നു വീട്ടിൽ, അപ്പൂപ്പൻ്റെ കണ്ണാടി. ഇന്നോ ജനിക്കുന്നത് കണ്ണാടിയായിട്ടാണ്. അപ്പം ഏതൊരു വ്യക്തിക്കും അസുഖങ്ങൾ, ദുഃഖങ്ങൾ, കടങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ദാമ്പത്യമുട്ടില്ലാത്ത ഒരു വ്യക്തിയും ഒരു കുടുംബവുമില്ല. കാരണം നമ്മുടെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും പേറിക്കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ വരുന്നത്. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കാണ് പറയാൻ കഴിയാൻ ഞാൻ ആരോഗ്യവാനാണെന്ന്? എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ആരോഗ്യവാനായ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആരത്? മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാത്തവൻ. മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാത്തവർ മാത്രമേ ആരോഗ്യവാനുള്ളൂ. ഏതൊരു വ്യക്തി മെഡിക്കൽ ചെക്കപ്പ് ചെയ്താലും എന്തെങ്കിലും അസുഖം കാണും. കാരണം എന്താണ്? കർമ്മഫലവും കൊണ്ടാണ് നമ്മൾ വരുന്നത്. കാരണം എൻ്റെ ആഗ്രഹം, എൻ്റെ ഇഷ്ടം നടക്കണം. അപ്പൊ ഇവിടെ ആദ്യം വികർമ്മത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വികർമ്മം എന്ന് പറഞ്ഞാൽ പാപകർമ്മം നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ആഗ്രഹ സബലീകരണം വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ആഗ്രഹ സബലീകരണത്തിൽ എന്തും ചെയ്യാമെന്ന് വേദത്തിൽ പറഞ്ഞിട്ടില്ല, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ നിയമങ്ങൾക്കെതിരായിട്ടൊരു വ്യക്തി ചെയ്യുമ്പോൾ അത് വികർമ്മമാകും. ഇനി നമുക്ക് കർമ്മകാണ്ഡം നോക്കാം. വേദത്തിൽ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് നോക്കാം. ഒരു കുട്ടിക്ക് ആഗ്രഹമുണ്ട്, എന്ത് തിന്നണമെന്ന്? ചോക്ലേറ്റ് തിന്നണമെന്ന്. അപ്പോൾ ആദ്യത്തെ കുട്ടി എന്താ ചെയ്തത്? നേരെ കടയിൽ പോയി ചോക്ലേറ്റ് കടക്കാരൻ കാണുന്നത് മോഷ്ടിച്ചുകൊണ്ട് തിന്നു. ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിക്കും ഇവിടെ ആഗ്രഹമുണ്ട്, ചോക്ലേറ്റ് വേണം. അവൻ എന്ത് ചെയ്തു? ചെന്ന് മാതാപിതാക്കളുടെ ആഗ്രഹം പറഞ്ഞു, അച്ഛാ അല്ലെ അമ്മ എനിക്ക് ചോക്ലേറ്റ് വേണം, പൈസ തരണം. അവർ പൈസ കൊടുത്തു. ഇവൻ കടയിൽ പോയി പൈസ കൊടുത്ത് ചോക്ലേറ്റ് വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവച്ച് തിന്നു. ഇത് കർമ്മകാണ്ഡമാണ്. ഇത് നമ്മളുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ ചോക്ലേറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാർ വെക്ക്, മൊബൈൽ വെക്ക്, വീട് വെക്ക്, പിന്നെ ഗേൾ ഫ്രണ്ടിനെ വെക്ക്, ബോയ് ഫ്രണ്ടിനെ വെക്ക്, എന്ത് വേണമെങ്കിലും വെച്ചോ. അതിനെ നമുക്ക് പ്രാപ്തമാക്കേണ്ട ഒരു വിധിയുണ്ട്. ആ വിധിക്ക് അനുകൂലമാകുന്നത് കർമ്മകാണ്ഡവും പ്രതികൂലമാകുന്നത് വികർമ്മവുമാണ്. മനസ്സിലാക്കുക. അപ്പം ഇവിടെ ഈ കുട്ടി ആഗ്രഹം നിവൃത്തി ചെയ്തു. ആദ്യത്തെ കുട്ടി ആഗ്രഹം നിവൃത്തി ചെയ്തു. രണ്ടുപേർക്ക് സന്തോഷമുണ്ട്. ഒരാൾ ചെയ്ത് വികർമ്മം, ഒരാൾ ചെയ്ത് കർമ്മകാണ്ഡവും. പക്ഷേ ഈ രണ്ടാമത്തിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. അതായത് കർമ്മകാണ്ഡം അച്ഛൻ്റെ അമ്മയിൽ നിന്ന് വാങ്ങിച്ചതെങ്കിൽ, പൈസ വാങ്ങിച്ചിട്ടോ വാങ്ങിച്ചെങ്കിലും, ഇവന് ആധ്യാത്മികമായ പുരോഗതി, അതായത് സ്വന്തം ഒരു കർമ്മം ചെയ്ത് കർമ്മത്തെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യും. ഭഗവാൻ പറഞ്ഞ എന്താ? എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം എനിക്ക് വേണ്ടി ചെയ്യണം, എൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ചെയ്യണം. ഭഗവാൻ പറഞ്ഞു, മറക്കരുത്, ഇത് നമ്മൾ അർജുനനെ യുദ്ധമായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ അർജുനന്റെ യുദ്ധവും നമ്മൾ ചോക്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞത് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, അതിന്റെ ഫലം കാക്ഷിക്കരുത്. 2, അത് യജ്ഞമായി കാണണം. 3, എൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടിയാണ്. ഈ 3ഉം രണ്ടാമത്തെ കുട്ടി ചെയ്തില്ല. കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ചെയ്തത്. പക്ഷെ നിയമപ്രകാരം എങ്ങനെ ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞു, അതനുസരിച്ച് ചെയ്തു. ഇനി 3ാമതൊരു കുട്ടിക്ക് അവനും ചോക്ലേറ്റ് ഉണ്ടെന്ന് ആഗ്രഹം ഉണ്ടായി. അവനെന്ത് ചെയ്തു? ചെന്ന് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, എനിക്കൊരു ചോക്ലേറ്റിന് ആഗ്രഹമുണ്ട്. അവർ പൈസ കൊടുത്തു. ഇവൻ കടയിൽ പോയി ആ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ അവൻ കഴിച്ചില്ലത്. അവൻ നേരെ അത് കൊണ്ടത് ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കൃഷ്ണ, ഭഗവാനെ, ഇത് അങ്ങയുടെ സമ്പത്താണ്. ഈ ഭൗതിക ലോകത്തിൽ കാണുന്നതെല്ലാം അങ്ങയുടേതാണ്, എൻ്റേതായിട്ടൊന്നുമില്ല. ഇത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇത് ദൈവം ഇത് സ്വീകരിച്ചെന്നെ അനുഗ്രഹിച്ചാലും. എന്നിട്ട് അവൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഒരു ഹരേ കൃഷ്ണ മന്ത്രം, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 മന്ത്രം ചോദിച്ചു. 1-2 മിനിറ്റ് ആ ചോക്ലേറ്റ് എടുത്തിട്ട് മാതാപിതാക്കൾ ചോദിക്കുന്നു, അമ്മേ അല്ലെങ്കിൽ അച്ഛൻ നിങ്ങളാണ് പൈസ തന്നത്, ഇത് ഞാൻ നിങ്ങൾക്കൂടെ തരട്ടെ. അപ്പോൾ അവരിൻ്റെ സ്നേഹപൂർവ്വം വേണ്ട മോനെ കഴിച്ചോളാം പറഞ്ഞു. അവൻ കഴിക്കുന്നു. ഇവിടെ മിസ്റ്റർ എയും മിസ്റ്റർ ബിയും മിസ്റ്റർ സിയും ചെയ്തത് ഒരേ കർത്തവ്യമാണ്, ഒരേ ആഗ്രഹ നിവൃത്തിയാണ്. 3 പേർക്കും ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യത്തെ ആൾ കടയിൽ പോയി മോഷ്ടിച്ച് കഴിച്ചു. രണ്ടാമത്തെ ആൾ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷേ ഭഗവാനോട് കൃതജ്ഞത ചെയ്തില്ല. മാതാപിതാക്കൾ കൃതജ്ഞത ചെയ്യാതെ സ്വന്തമായിട്ട് കഴിച്ചു. 3ാമത്തെ അവൻ്റെ പ്രവൃത്തി യജ്ഞമാക്കി കണ്ടു. ഇതാണ് യജ്ഞം. അല്ലാതെ കട്ട കൂട്ടിയിട്ട് അഗ്നി കൂട്ടി ഓം സാഹ ഓം സാഹ ഓം സാഹ പറയുന്നതല്ല യജ്ഞം. ഇതാണ് കലിയുഗത്തിലെ യജ്ഞം.
ഈ യത്നം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തെ അവൻ കൃഷ്ണനായിട്ട് ഭഗവാനായിട്ട് കണക്ട് ആക്കി. ഇതാണ് കർമ്മയോഗം. കർമ്മത്തിലൂടെ ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. ഇതാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. നീ ഇവിടെ യുദ്ധം ചെയ്യാനാണ് വന്നത്, പക്ഷെ ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. അതിനൊരു ഫലം ഉണ്ടാകും, നീ അനുഭവിക്കണം. അർജുനന് ഭയം എന്തായിരുന്നു? ആദ്യം മുതൽ ഇതിൻ്റെ ഫലം എനിക്ക് കോടിക്കണക്കിന് ആൾക്കാർ മരിക്കും, അവരുടെ ഭാര്യമാർ വിധവകളാവും, അവരുടെ സന്താനങ്ങൾ നശിച്ചു പോകും, സമൂഹം ദുഷിക്കും, ഇതിൻ്റെ എല്ലാം ഭാരം എൻ്റെ തലയിൽ വരുമല്ലോ. ഭഗവാൻ അതിന് മറുപടിയാണ് പറയുന്നത്, നീ ഇത് കർമ്മമായിട്ട് ചെയ്യാതെ കർമ്മയോഗമായിട്ട് ചെയ്യാം. ഫലം പ്രതീക്ഷിക്കാതെ യജ്ഞമായി കണ്ടുകൊണ്ട് ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിനക്ക് ഇതിൻ്റെ ഫലം ഉണ്ടാകില്ല. അപ്പം ഇവിടെ എല്ലാ അവസ്ഥയിലും ആഗ്രഹ പൂർത്തീകരണമുണ്ട്. എന്നാൽ ആദ്യത്തെ അവസ്ഥ ശാസ്ത്രവിരുദ്ധമാണ്. രണ്ടാമത്തേത് ശാസ്ത്ര പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത് കർമ്മകാണ്ഡമാണ്. നമുക്ക് ഈ കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇനിയും പറയാം. വേദം നമ്മൾക്ക് ഭഗവാൻ ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിലൂടെ തന്ന ഉപദേശങ്ങളെയാണ് വേദം എന്ന് പറയുന്നത്. വേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിവെന്നാണ്. ഇതിനെ നമുക്കൊരു യൂസേജ് മാനുവലായിട്ട് കാണണം. അതായത് നമ്മൾ എന്തെങ്കിലും വായിക്കാൻ നമുക്കൊരു യൂസേജ് മാനുവൽ, മലയാളത്തിൽ എന്താ പറയുന്നത്, യൂസേജ് മാനുവൽ തരില്ല, അതാണിത്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും കർമ്മത്തിനെ കുറിച്ചാണ്. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മിഷ്ഠമായ ജീവിതം നയിച്ചുകൊണ്ട് ധർമ്മം, അതാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൂട്ടുക, ഈ സമ്പത്തിലൂടെ ആഗ്രഹ പൂർത്തീകരണം ചെയ്യുക. അപ്പം ധർമ്മം, അർത്ഥം, കാമം. നമ്മൾ ധർമ്മിഷ്ഠമായ ജീവിതം നയിച്ചുകൊണ്ട് അർത്ഥം നേടിയെടുത്തുകൊണ്ട് ആ അർത്ഥത്തിലൂടെ കാമം പൂർത്തീകരണം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, ഭൗതികമായ ആഗ്രഹങ്ങൾ. നല്ല വീട് വേണം, സുന്ദരിയായ ഭാര്യ വേണം, സുന്ദരനായ ഭർത്താവ് വേണം. ഇതെല്ലാം നമ്മൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും സന്തോഷമില്ല, ഇത് മനുഷ്യന് പരിപൂർണമായ സന്തോഷം തരാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ജീവിതം അതാണ് നമ്മുടെ 4 ആശ്രമ തത്വം. ഗൃഹസ്ഥാശ്രമം, ബ്രഹ്മചാര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസത്വം. അതാണ്. അപ്പം ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ബ്രഹ്മചര്യാശ്രമത്തിൽ നമ്മുടെ ആഗ്രഹ പൂർത്തിത്വമുള്ള സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അറിവ് നേടി, സമ്പത്തുകൾ നേടി, ഗൃഹസ്ഥാശ്രമത്തിലൂടെ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ ചെയ്ത് മനസ്സിലാകും ഇതല്ല നമ്മുടെ യഥാർത്ഥ ജീവിത ഉദ്ദേശ ജീവിത ലക്ഷ്യം. മനസ്സിലാകുമ്പോൾ വാനപ്രസ്ഥ സന്യാസത്തിലോട്ട് പോകും. ഇതാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യരുടെ ഉള്ളിൽ എപ്പോഴും ആഗ്രഹങ്ങളാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ഈ ഭഗവത് പറയുന്നുണ്ട്, പിന്നെ ശ്ലോകം എനിക്ക് ഓർമ്മ വരുന്നില്ല, കർത്താഹം ഇതി മന്യത എന്നും പറഞ്ഞിട്ടുണ്ട്. ഭഗവതിയുടെ 3 ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് കർത്തവ്യം ചെയ്യിക്കുന്നത്, കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. ഈ 3 ഗുണങ്ങൾ, സത്വഗുണം, രജോഗുണം, തമോ ഗുണം, നമ്മൾ ആ വികർമ്മം പറഞ്ഞത് തമോ ഗുണത്തിലും, പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചത് രജോ ഗുണത്തിലും, ഭഗവാൻ ഓഫർ ചെയ്തിട്ട് കഴിച്ച സത്വഗുണത്തിലുമാണ്. ഈ 3 ഗുണമാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. അതിൽ ഏത് ഗുണമാണ് നമ്മുടെ ഉള്ളിൽ? 3 ഗുണം നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഏത് ഗുണമാണ് നമ്മൾ പ്രഭാവം ചെലുത്തുന്നത്, ഏറ്റവും കൂടിയിരിക്കുന്നത്, ആ ഗുണം അനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്, പ്രവൃത്തികൾ ചെയ്യുന്നത്. അതാണ് ഭഗവാൻ ആ ശ്ലോകത്തിൽ പറയുന്നത്, വിമൂഢാഹം ഇതി മന്യതേ. ശ്ലോകത്തിൽ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് മനുഷ്യന് വിചാരിക്കുന്നത്, വിമൂഢാത്മാക്കൾ വിചാരിക്കുന്നത് ഞാനാണെല്ലാം ചെയ്യുന്നത്. ഞാൻ അല്ല, പ്രകൃതി നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഏത് ഗുണമാണോ നമ്മുടെ ഉള്ളിൽ പ്രബലമാകുന്നത് ആ ഗുണം അനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്, കർത്തവ്യങ്ങൾ ചെയ്യുന്നത്. ഈ ഗുണം എങ്ങനെയാണ് നമ്മളിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്, ഏത് ഗുണം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് കഴിക്കുന്നത്, ആഹാരം, നമ്മൾ എന്താണ് കേൾക്കുന്നത്, നമ്മൾ എന്താണ് കാണുന്നത്, നമ്മൾ എന്താണ് വായിക്കുന്നത്, നമ്മൾ ആരുടെ കൂടെയാണ് സഹവാസം, ഇതെല്ലാം അനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ സത്വരജ തമോ ഗുണങ്ങൾ വികസിക്കുന്നത്. സത്വഗുണം കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സത്വഗുണം കൂടും. രജോ ഗുണ പ്രഭാവിയായ ഒരു വ്യക്തിയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ രജോ ഗുണം കൂടും. അതേപോലെ തമോ ഗുണവും. അപ്പോൾ ഈ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടുതലാകുന്നത് അതനുസരിച്ച് ഇന്ന് നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ 99% ആൾക്കും രജോ ഗുണവും തമോ ഗുണ പ്രധാനികളാണ്. രജോ ഗുണത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ, ഭൗതികമായ ആഗ്രഹം. എനിക്ക് അത് വേണം, ഇത് വേണം, ഇതിനെക്കാട്ടി നല്ലത് വേണം, ഈ കാറിന് 4 ടയറുള്ള 8 ടയറുള്ള കാറ് വേണം, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ. വീട് വേണം, സ്ത്രീയെ വേണം, അല്ലെ പുരുഷനെ വേണം, ഇത് വേണം, അത് വേണം. ഇതെല്ലാം രജോ ഗുണത്തിൻ്റെ ഉൽപ്പന്നമാണ്. തമോ ഗുണത്തിൽ മടിയാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്യും,
കാമവാസന രജോ ഗുണത്തിലുണ്ട്, തമോ ഗുണത്തിലുണ്ട്, വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. മദ്യപാനം, ചൂതുകളി, വ്യഭിചാരം, ഇതെല്ലാം തമോ ഗുണത്തിലാണ്. മടി, ഉറക്കം, പ്രവൃത്തി ചെയ്യാതിരിക്കുക, കൊലപാതകങ്ങൾ, ഇതെല്ലാം തമോ ഗുണത്തിലാണ്. സത്വഗുണത്തിലുള്ള ശാന്തമായി മനസ്സായിരിക്കും. ഇപ്പം ഞാൻ ആധ്യാത്മിക കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ ആധ്യാത്മിക കാര്യങ്ങൾ കേൾക്കുന്നു, ഇത് രണ്ടും സത്വഗുണത്തിലാണ്. കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും സത്വഗുണത്തിലാണ്. ഒരേ വ്യക്തിയിൽ ഒരേ സമയത്ത് പല ഗുണങ്ങൾ കയറി മാറി. രാവിലെ സത്വഗുണമാണ്, വൈകിട്ട് ഉച്ചയ്ക്ക് രജോ ഗുണം, വൈകിട്ട് തമോ ഗുണം കൂടുതലായിരിക്കും. കാര്യം പ്രകൃതിയുടെ 3 ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളോടൊക്കെ പറയാറുള്ളത്, അതിരാവിലെ എണ്ണിച്ചിട്ട് ബ്രഹ്മമുഹൂർത്തം എന്നിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ബ്രഹ്മോത്തരം മാല ജപിക്കുക എന്നൊക്കെ പറയുന്നത് കൊണ്ട് ആ സമയത്ത് പ്രകൃതി സത്വഗുണത്തിലാണ്. ഈ പറയും നമ്മൾ എന്തെല്ലാം കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം ഈ 3 ഗുണങ്ങളുണ്ട്. പാട്ടുകൾക്കുണ്ട് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നിറത്തിനുണ്ട്, വസ്ത്രങ്ങൾക്കുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഏത് ഗുണമാണോ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് അതനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങൾ മാറും. ഏറ്റവും കൂടുതൽ നമ്മൾ മൊബൈൽ കാണുക, ടെലിവിഷൻ കാണുക, ഇതെല്ലാം രജോ ഗുണമാണ്. ആധ്യാത്മിക ഗാനങ്ങൾ കേൾക്കുക, ആധ്യാത്മികമുള്ളത് വായിക്കുക, ഇതെല്ലാം സത്വഗുണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് കർമ്മയോഗമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വേദങ്ങളിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള മനുഷ്യർ എന്ത് ചെയ്തു? എല്ലാവർക്കും ഈ ആഗ്രഹപൂർത്തികളുണ്ട്. അവർ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷത്തിലോട്ട് പോകാനാണ്. എനിക്കിനിയും വേണം, 90 വയസ്സായാലും എനിക്ക് ഇനി ആഗ്രഹങ്ങൾ പൂർത്തി ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൽ കടന്ന് കറഞ്ഞതുകൊണ്ടാണ് വ്യാസഭഗവാന് ഭാഗവതം രചിക്കേണ്ടി വന്നത്. കാര്യം വേദങ്ങളിൽ കൂടി മനുഷ്യന് ആധ്യാത്മികമായി ഉയരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള കൃഷ്ണ ഭക്തി യഥാർത്ഥത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസഭഗവാൻ ഭാഗവതം രചിച്ചത്. അത് ഭാഗവതത്തിൻ്റെ ആദ്യത്തെ സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഭഗവത്ഗീത 18 അധ്യായം തീർന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഭാഗവതത്തിലോട്ട് കടക്കാം. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമ്പോൾ എനിക്കും പഠിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കണം, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ നമ്മൾ കേൾക്കണം. അപ്പോൾ ഇവിടെ വികർമ്മവും കർമ്മകാണ്ഡവും എന്നുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. രണ്ടും ഭൗതികമായ ആഗ്രഹപൂർത്തിക്ക് വേണ്ടിയാണ്, വികർമ്മവും കർമ്മകാണ്ഡവും. എന്നാൽ ഒന്ന് നിയമാനുസൃതവും മറ്റേത് നിയമവിരുദ്ധവുമാണ്. വികർമ്മം നിയമവിരുദ്ധമാണ്. കുട്ടി കടയിൽ പോയി മോഷ്ടിച്ച് ചോക്ലേറ്റ് കഴിച്ച നിയമവിരുദ്ധമാണ്. ഇനി കർമ്മകാണ്ഡവും കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. കർമ്മകാണ്ഡത്തിൽ നമ്മളുടെ ഭൗതികമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആധ്യാത്മികമായ ഉന്നതിയില്ല. കുട്ടി എന്താ ചെയ്ത്? അച്ഛനോട് ചെന്ന് പൈസ ചോദിച്ചു, പൈസ കൊടുത്തു, അച്ഛൻ കൊടുത്ത പൈസ കൊണ്ട് ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിച്ചു, അവന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു. നിയമപരമായിട്ടാണ് അവൻ ചെയ്തത്. അച്ഛൻ്റെ പൈസ മോഷ്ടിക്കല്ലോ, അച്ഛൻ്റെ പൈസ ചോദിച്ചു വാങ്ങിച്ചാണ്. പക്ഷെ ഇവിടെ ആത്മീയമായിട്ട് ഉയരാനുള്ള യാതൊന്നുമില്ല. ഇവിടെ വ്യക്തി ശാസ്ത്രാനുസരണമായിട്ട് കർമ്മം ചെയ്തിരിക്കുന്നത്, പക്ഷെ ആത്മീയമായിട്ട് ഉയരാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് കർമ്മയോഗം നോക്കാം. ഇവിടെയും കുട്ടിക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, കടയിൽ പോയി ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു ഭഗവാനെ നേദിച്ചിട്ട് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് കർമ്മയോഗമായിട്ട് മാറി. അപ്പം എപ്രകാരം കർമ്മരൂപത്തിൽ യജ്ഞം ചെയ്യേണ്ടത് എന്ന് അർജുനെ ഭഗവാൻ പഠിപ്പിക്കുകയാണ്. കാരണം ഈ യുദ്ധം ചെയ്യാൻ അർജുനൻ വന്നത് എന്തിനാണ്? ഇന്ദ്രപ്രസ്ഥം വീണ്ടെടുക്കണം, കൗരവരോട് പകരം ചോദിക്കണം, അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം പകരം ചോദിക്കണം. ഇവിടെ ഭഗവാൻ പറഞ്ഞില്ല, നീ അങ്ങനെ ചെയ്യുമ്പോൾ അത് കർമ്മകാണ്ഡമാകും, അതിനൊരു ഫലമുണ്ട്, നിന്റെ ഭയം അതാണ്, നീ അത് വിടുക. നീ ഇത് നിന്റെ കർമ്മമായിട്ട് കാണുക, ഈ കർമ്മത്തെ യജ്ഞമായിട്ട് ചെയ്യുക, എൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ചെയ്യുക. നീ ക്ഷത്രിയനാണ്, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യണം. എൻ്റെ വീട്ടുകാരോടും എൻ്റെ ഭാര്യയോടും എൻ്റെ ഏട്ടന്മാരോടും അവർ അനീതി ചെയ്തത് കൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യണമെന്ന് നീ ചിന്തിക്കരുത്. നീ യുദ്ധം ചെയ്യണം, അത് നിന്റെ കർത്തവ്യമാണ്. കാരണം നീ ക്ഷത്രിയനാണ്. പക്ഷെ ആ യുദ്ധം നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി ചെയ്യണം, എൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ചെയ്യണം. കാരണം ഞാൻ ധർമ്മം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ അധർമ്മികളെ ഇല്ലാതാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ആ കർമ്മകാണ്ഡം കർമ്മയോഗമായി മാറും. അതിന് നിനക്ക് ഫലം അനുഭവിക്കേണ്ട, അതായത് ദുഷ്പരിണാമം അനുഭവിക്കേണ്ട ഫലമില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇങ്ങനെയൊരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ കർമ്മയോഗമായി മാറും. കർമ്മയോഗത്തിലൂടെ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ വ്യക്തിക്ക് ആധ്യാത്മിക പുരോഗതി ലഭിക്കുകയുള്ളൂ. നമ്മളെല്ലാം ചെയ്യുമ്പോൾ എന്ത് പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ രണ്ടിലും കർത്തവ്യത്തിനേക്കാൾ ആഗ്രഹത്തിനാണ് കുട്ടി കൂടുതലും ഇമ്പോർട്ടൻ്റ് കൊടുത്തത്, പ്രാധാന്യം കൊടുത്തത്. എൻ്റെ ലക്ഷ്യം, എൻ്റെ ആഗ്രഹം. അപ്പം എന്നാൽ മൂന്നാമത്തെ കുട്ടി എന്ത് ചെയ്തു?
അവൻ്റെ കർത്തവ്യത്തിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത്. അവൻ്റെ ആഗ്രഹം സാധിക്കണമായിരുന്നു, പക്ഷെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? കർമ്മത്തെ കർമ്മയോഗം മാറ്റി. അപ്പം ഇവിടെ അർജുനന് ഭഗവാൻ കർമ്മയോഗം പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കാര്യം യുദ്ധം ചെയ്യണമെങ്കിൽ കർമ്മയോഗം അറിഞ്ഞിരിക്കണം. അപ്പോൾ യുദ്ധം ചെയ്യുന്നതിന് അർജുനൻ വന്നത് ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം ഇഷ്ടത്തിനാണ്. അത് കർമ്മകാണ്ഡമാണ്. ഇവിടെ കർമ്മയോഗമായിട്ടാണ് ഭഗവാൻ അതിനെ കൺവെർട്ട് ചെയ്യുകയാണ്. ഭഗവാൻ പറഞ്ഞത് നീ ഭയക്കേണ്ട ആവശ്യമില്ല, നിനക്ക് യുദ്ധം ചെയ്യണമെന്നല്ലേ, നീ കൗരവരെ കൊന്നുകൊള്ളൂ. പക്ഷെ അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ആഗ്രഹം, അതിൻ്റെ ലക്ഷ്യം അതെന്തായിരിക്കണം? അത് നിന്റെ കർത്തവ്യമാണിത്. എന്ത് കർത്തവ്യം? ക്ഷത്രിയ കർത്തവ്യമായിട്ട് കണ്ടുകൊണ്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ അർജുനൻ്റെ ഉള്ളിൽ ഒരു സംശയം കൂടി ഉണ്ടായി, വേറൊരു സംശയം കൂടി ഉണ്ടായി. അപ്പോൾ ത്യാഗം, ഏതൊരു വ്യക്തി ത്യാഗം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തിനാണ് കർമ്മം? ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തിനെങ്കിലും ത്യജിക്കുന്നതിനാണ് നമ്മൾ ത്യാഗം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഭൗതിക ജീവിതം ത്യജിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ആ വ്യക്തിക്ക് എങ്ങനെയാണ് കർമ്മം? എന്താണ് കർമ്മം? അപ്പം ഭഗവാൻ പറയുന്നത്, അർജുന, ഭൗതികമായ ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ത്യാഗം അല്ലെങ്കിൽ സന്യാസം. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമാണ് ത്യാഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഭൗതികമായ ആഗ്രഹമുണ്ടെങ്കിൽ കർത്തവ്യം ചെയ്തേ പറ്റൂ, അതാണ് സന്യാസം. ഇത് ഭഗവാൻ 17ാമത്തെ ശ്ലോകത്തിൽ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് 17ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഹേതു ആത്മരതി ഏവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മനിയേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ്. മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും, അതായത് എൻ്റെ ജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു, ഭൗതികമായ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഇത് പറ്റത്തുള്ളൂ. ആത്മാരാമനായി വർത്തിക്കുക. ആത്മാരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും സന്തോഷം ലഭിക്കുക. ഇന്ന് നമുക്ക് സന്തോഷം വേണമെങ്കിൽ എന്ത് വേണം? ഒരു വസ്തു വേണം, അല്ലെങ്കിൽ ഒരു വ്യക്തി വേണം, അല്ലെങ്കിൽ എന്തൊരു സംഭവം വേണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം വരും. പറഞ്ഞു മനസ്സിലായല്ലോ. ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, എൻ്റെ സ്വയം രമിക്കുക. ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ സ്വയം രമിക്കുന്നു. അത് രാമൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, സ്വയം രമിക്കുന്നവൻ. രാമൻ ആരോ, അത് രാമൻ. അപ്പം ഇവിടെ ആത്മാരാമനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ആത്മീയ ജീവിതം നയിച്ച് ആ ജീവിതത്തിൽ സ്വയം രമിക്കുന്നവനാരോ ആത്മാരാൻ വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങളൊന്നുമില്ല. അവിടെ അർജുനൻ ചോദിച്ചെന്താ? ത്യജിക്കുന്നവനെങ്ങനെ കർത്തം ചെയ്യിക്കുന്നത്? അപ്പം ഭഗവാൻ പറയണം, അവന് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളില്ല. അവന് ആനന്ദിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല, വേറൊരു വ്യക്തിയുടെ ആവശ്യമില്ല, വേറൊരു വസ്തുവിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അവൻ സ്വയം, അതായത് സന്യാസിമാരൊക്കെ വർഷങ്ങളോട് ഇരിക്കുന്നത് എങ്ങനെ? നമുക്ക് റൂമിലൊരു 10 മണിക്കൂർ ഇരിക്കാൻ പറ്റും. മൊബൈലും ഇല്ല, ടി വി ഇല്ല, റോഡും ഇല്ല, ആളും ഇല്ല, ടി വി ഇല്ല, യാതൊന്നുമില്ല, വായിക്കാനൊന്നുമില്ല, ഉറങ്ങിക്കോ, ആഹാരം കഴിച്ചോ, 10 മണി ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വേണം. അതുകൊണ്ട് ഇപ്പം ആത്മാരാമനായി വർത്തിക്കുന്നവർക്ക് കർത്തവ്യങ്ങളൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഭൗതികമായ ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്തവ്യം ചെയ്തേ പറ്റൂ. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്ന അർജുനോട്, ഇത് ശ്ലോകത്തിലില്ല, ആചാര്യമതമാണ്, നിനക്ക് ഭൗതികമായ ആഗ്രഹങ്ങളൊന്നും ഇല്ല അർജുന. അപ്പോൾ അർജുനൻ, എനിക്ക് യാതൊരു ആഗ്രഹങ്ങളില്ല. ഞാൻ ആദ്യത്തെ സ്കന്ധത്തിൽ പറഞ്ഞ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞില്ലേ, എനിക്ക് നചാനിയ രാജ്യം, എനിക്ക് രാജ്യം വേണ്ട, സുഖം വേണ്ട, രാജ്യസുഖം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോയി സന്യസിച്ചോളെന്ന് പറഞ്ഞില്ലേ. ഇതിന് മറുപടി ഭഗവാൻ പറയുന്നത്, അപ്പോൾ നിന്റെ കർത്തവ്യം, കാര്യം നീ എല്ലാം ത്യജിച്ചെങ്കിലും നിന്റെ കർത്തവ്യം ബാക്കി നിൽക്കുകയാണ്. അത് ഭഗവാൻ 19ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. അർജുന, അതുകൊണ്ട് കർമ്മഫലാക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് കർത്തവ്യം നിന്നിട്ട്, കർമ്മത്തിൻ്റെ ഫല ഇച്ഛിക്കാതെ കടമയെന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും. 3 കാര്യങ്ങളാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഒന്ന്, ഫലം കൂടാതെ ചെയ്യണം. എന്ത്? നിന്റെ കടമയെന്ന രീതി, നിന്റെ കർത്തവ്യം, നിന്റെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ ചെയ്യണം. കാരണം നീ ആ ക്ഷത്രിയ രാജാവാണ്, അതുകൊണ്ട് ചെയ്തേ പറ്റൂ. അങ്ങനെ നിഷ്കാമ പ്രവർത്തനം ചെയ്യുന്ന ഭക്തൻ പരമപദത്തിലെത്തും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അർജുനന് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, കറക്റ്റായിട്ട് മനസ്സിലായില്ല. അപ്പം അർജുനു വേണ്ടിയും അർജുനിലൂടെ നമ്മൾക്ക് വേണ്ടിയിട്ടും ഭഗവാൻ അതിനെ കുറച്ചുകൂടി ഒരു ക്ലാരിഫൈ ചെയ്യുന്ന ഒരു പുതിയ തത്വം പറയുകയാണ്. അത് 20ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. കർമ്മണ ഏവ ഹി സംസിദ്ധി
സംസിദ്ധി ആസ്ഥിത ജനഗാദയ ലോകസംഗ്രഹം ഏവാവി സംപശ്യൻ കർത്തുമർഹസി. അപ്പം ആദ്യം ഭഗവാൻ പറഞ്ഞു ഇത് കർമ്മനെ എങ്ങനെ കർമ്മം ചെയ്യണം, നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും ഉത്തരവാദിത്വം എന്ന രീതിയിൽ കർമ്മം ചെയ്യണം. നിനക്ക് ആഗ്രഹമില്ല, ഫലമൊന്നുമില്ലെങ്കിലും നിനക്ക് നിന്റെ ഉത്തരവാദിത്വം ചെയ്യണം. കാരണം നീ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ നീ ശ്രേഷ്ഠനായ വ്യക്തിയാണ്, നിന്റെ കർമ്മം നിന്റെ കർത്തവ്യമായിട്ട് ചെയ്യണം. അപ്പോൾ അർജുനന്റെ മനസ്സിലൊരു ചോദ്യം വന്നു, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ആരെങ്കിലും ഭൂമിയിൽ ജീവിച്ചു കേട്ടുള്ളൂ? അതിന് മറുപടിയാണ് ഭഗവാൻ 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് പറഞ്ഞത്? കർമ്മണ ഏവ സംസിദ്ധിയും, സാധാരണ ജനങ്ങൾക്ക് മാതൃകയാകാൻ ഇവിടെ നീ നിന്റെ കർത്തവ്യം ചെയ്യുക. അപ്പം അതിൻ്റെ ഉദാഹരണം ഭഗവാൻ പറയുന്നത്, ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ജനക രാജാവ്, മാതാ സീതയുടെ പിതാവ്. ജനകൻ മഹാരാജാവ് 12 മഹാജനങ്ങളിൽ ഒരാളാണ്. 12 മഹാജനങ്ങളെക്കുറിച്ച് ഭാഗവതത്തിൽ ധർമ്മരാജാവ് തൻ്റെ കിങ്കരന്മാരോട് യമകിങ്കരന്മാരോട് യമരാജാവ് പറയുന്നതാണ്, ലോകത്തിൽ ഈ സൃഷ്ടിയിൽ 12 പേർക്ക് എന്തെങ്കിലും കൃഷ്ണനെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുള്ളൂ. ആരൊക്കെയാണ് അവർ? ബ്രഹ്മാവ്, സ്വയംഭൂമനു, കപിലമുനി, നാരദമുനി, ജനക മഹാരാജാവ്, ശുഗോസ്വാമി, പ്രഹ്ലാദ് മഹാരാജാവ്, ഭീഷ്മ പിതാമഹ്, അങ്ങനെ 12 പേരുണ്ട്. ഈ 12 പേരിലൊരാണ് ജനക മഹാരാജാവ്. അത്രമാത്രം ആധ്യാത്മിക ഉയർന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് യാതൊരുവിധ ഭൗതിക ആഗ്രഹങ്ങളില്ല. ഏത് സമയത്തും വേണമെങ്കിൽ പോയിട്ട് സന്യാസം സ്വീകരിക്കാമായിരുന്നു. ആ വ്യക്തിയും കർത്തവ്യം ചെയ്യുന്നതിനാണ് സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നിഷ്കർമ്മ കർമ്മം എങ്ങനെ ചെയ്യണം, ഫലാസക്തി ഇല്ലാത്ത കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജ്യം ഭരിച്ചത്. ഇവിടെ എന്തുകൊണ്ട് ഭഗവാൻ ജനമഹാരാജാവിൻ്റെ ഉദാഹരണം പറയുന്നത്? കാരണം അതൊരു സെൽഫ് റിലൈസ്ഡ് സോളായിരുന്നു. അതായത് സ്വന്തമായിട്ട് സെൽഫ് റിലൈസ് പറഞ്ഞാൽ അതായത് ശുദ്ധഭക്തൻ, ഭഗവാന്റെ ശുദ്ധഭക്തനായിരുന്നു. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും സന്യാസം സ്വീകരിക്കാൻ, എപ്പോൾ വേണമെങ്കിലും ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോകാൻ കഴിയുമായിരുന്നു. ആ വ്യക്തി പോലും ഉത്തരവാദിത്തമുള്ള ഒരു പദവി എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറയും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കാരണം അത് കുറച്ച് വിവരിക്കേണ്ടതാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് 21ാമത്തെ ശ്ലോകം നല്ലൊരു ശ്ലോകം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണ്. അത് ഭൗതികത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്കതിൻ്റെ അടുത്ത ക്ലാസ് നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഇന്ന് നിങ്ങൾ ലൈവായിട്ട് വന്നവർക്കും ഇത് റെക്കോർഡിംഗ് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒത്തിരി നന്ദി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.